അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ 2ാമത്തെ പാഠം അദ്ദർസു സാനി, പാഠം 2, അഹമ്മിയത്തു സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് പാഠഭാഗവും ശേഷം തദ്രീബാത്തും കൂടി നോക്കാം. നിസ്കാരം മുസ്ലിമിൻ്റെ ശാരീരികമായ മഹത്തായ ഇബാദത്താകുന്നു. നിസ്കാരം മുസ്ലിമിൻ്റെ ശാരീരികമായ മഹത്തായ ഇബാദത്താകുന്നു. പ്രായപൂർത്തിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമും ബുദ്ധി നിലനിൽക്കുന്ന കാലം മുഴുവനും നിസ്കരിക്കൽ വാജിബാണ്. പ്രായപൂർത്തിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമും ബുദ്ധി നിലനിൽക്കുന്ന കാലം മുഴുവനും നിസ്കരിക്കൽ വാജിബാണ്. സമയമായാൽ ഉടനെ നിസ്കരിക്കണം, അല്ലെങ്കിൽ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ച് കരുതണം. സമയമായാൽ ഉടനെ നിസ്കരിക്കണം, അല്ലെങ്കിൽ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്നുള്ള ഉറപ്പ് വേണം. ഇവ രണ്ടിലൊന്ന് പാലിച്ചില്ലെങ്കിൽ കാരണമുണ്ടായിട്ട് നിസ്കാരം നഷ്ടപ്പെട്ടാലും അവൻ കുറ്റക്കാരനാകും. ഇവ രണ്ടിലൊന്ന് പാലിച്ചില്ലെങ്കിൽ കാരണമുണ്ടായിട്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാകും. നിസ്കരിക്കുന്നതിന് തടസ്സങ്ങളുണ്ടായാൽ ചെയ്യേണ്ടത് ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാൻ സമയം ലഭിച്ച ശേഷം ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ് തുടങ്ങിയ തടസ്സങ്ങളുണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാൻ സമയം ലഭിച്ച ശേഷം ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ് തുടങ്ങിയ തടസ്സങ്ങളുണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. തടസ്സങ്ങൾ നീങ്ങിയാൽ ചെയ്യേണ്ടത്: ഒരു തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ ഒരാൾ മുസ്ലിം ആവുകയോ ചെയ്താൽ ആ നിസ്കാരവും അതിനു മുമ്പുള്ള നിസ്കാരം ഇതോടൊപ്പം ജംആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ വാജിബാണ്. ഒരു തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ ഒരാൾ മുസ്ലിം ആവുകയോ ചെയ്താൽ ആ നിസ്കാരം അതിനു മുമ്പുള്ള നിസ്കാരം ഇതോടൊപ്പം ജംആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ വാജിബാണ്. ഇത് രണ്ടിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു സ്ത്രീക്ക് ഹൈള് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് ബോധക്ഷയം ഉണ്ടാകുന്നത് ളുഹ്ർ ബാങ്ക് കൊടുത്ത് ചുരുങ്ങിയ സമയം ആ ളുഹ്ർ നിസ്കരിക്കാനുള്ള സമയം ലഭിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എങ്കിൽ ആ നിസ്കാരം ബോധക്ഷയം കഴിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം അവൻ നിസ്കരിക്കൽ അത് നിർബന്ധമാണ്. അതിനെ ഖളാ വീട്ടണം. ഹൈള് ഉണ്ടായ സ്ത്രീ ചെറിയ രൂപത്തിൽ ളുഹ്ർ നിസ്കരിക്കാനുള്ള സമയം ലഭിച്ചിരുന്നു, അതിനുശേഷമാണ് ഹൈള് ഉണ്ടായത്. എന്നാൽ ആ തടസ്സം നീങ്ങിയതിന് ശേഷം ആ നിസ്കാരത്തെ നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നതാണ് പറഞ്ഞത്. പിന്നെ തടസ്സങ്ങൾ നീങ്ങിയാൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു തക്ബീറിനുള്ള സമയം മാത്രം ലഭിച്ചു. ആ സമയം ലഭിക്കുന്നതിന് അവർക്ക് ചെറിയ സമയം മാത്രമാണല്ലോ ഉണ്ടായത്. എന്നാലും ആ നിസ്കാരത്തെയും അതേപോലെ അതിനോട് ജംആക്കാൻ പറ്റുന്ന നിസ്കാരം മുമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരവും നിർബന്ധമാണ്. ഉദാഹരണം, അസ്റിൻ്റെ അവസാന സമയം മഗ്‌രിബിന് തൊട്ട് മുമ്പ് ഒരു തക്ബീർ കെട്ടാനുള്ള സമയം മാത്രം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങി, നേരത്തെ പറഞ്ഞതുപോലെ ബോധക്ഷയം നീങ്ങുകയോ അല്ലെങ്കിൽ ഭ്രാന്ത് നീങ്ങുകയോ അല്ലെങ്കിൽ ഹൈള് ഒഴിവാവുകയോ ചെയ്താൽ ആ അസ്ർ നിസ്കാരവും നിർബന്ധമാണ്. ആ അസ്റിനോട് ജംആക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് ളുഹ്ർ. അതുകൊണ്ട് ളുഹ്റും അവിടെ നിർബന്ധമായി മാറുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാലോ ചിലർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ കൂടിയായതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത്.
നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടണം. കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം ഉടനെ ഖളാ വീട്ടലും ആസന്നമായ നിസ്കാരം ഖളാ ആകില്ലെങ്കിൽ അതിനേക്കാൾ മുന്തിക്കലും നിർബന്ധമാണ്. നഷ്ടപ്പെട്ടു പോയ ഒരു നിസ്കാരമുണ്ടെങ്കിൽ അത് ഖളാ വീട്ടണം. കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ ഉടനെ ഖളാ വീട്ടലും മറ്റൊരു നിസ്കാരം ഇവിടെ നിസ്കരിക്കാനുണ്ടെങ്കിൽ അത് ഖളാ ആകുന്നില്ല എങ്കിൽ ആ നിസ്കാരത്തേക്കാൾ മുമ്പ് കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയ ആ നിസ്കാരത്തെ നിർവഹിക്കാനാണ് സമയം കണ്ടെത്തേണ്ടത്. അനിവാര്യമായ ഭക്ഷണം, ഉറക്കം, ജോലി പോലെയുള്ളവർക്ക് അല്ലാത്ത മുഴുവൻ സമയവും നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടുവാൻ ഉപയോഗിക്കണം. അനിവാര്യമായ ഭക്ഷണം കഴിക്കാൻ, ഉറങ്ങാൻ, ജോലി ചെയ്യാൻ ഇങ്ങനെയുള്ള ഇത് അല്ലാത്ത മുഴുവൻ സമയവും ബാക്കി ഏതൊക്കെ സമയങ്ങളുണ്ടോ ആ സമയങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗിക്കണം. അത് നിർബന്ധമാണ്. നമുക്ക് തദ്രീബാത്തിലേക്ക് കിടക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജിബാനിൽ അസീല, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളതാണ്. ചോദ്യം 1, മഹത്തായ ശാരീരിക ഇബാദത്താണത് ഏത്? മഹത്തായ ശാരീരിക ഇബാദത്താണ് അത് ഏത്? ഉത്തരം, നിസ്കാരം മുസ്ലിമിൻ്റെ ശാരീരികമായ മഹത്തായ ഇബാദത്താകുന്നു. നിസ്കാരം മുസ്ലിമിൻ്റെ ശാരീരികമായ മഹത്തായ ഇബാദത്താകുന്നു. ചോദ്യം 2, ഉറക്കം കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഉറക്കം കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഉത്തരം, നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടണം. നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടണം. കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം ഉടൻ ഖളാ വീട്ടലും ആസന്നമായ നിസ്കാരം ഖളാ ആകില്ലെങ്കിൽ അതിനേക്കാൾ മുന്തിക്കലും നിർബന്ധമാണ്. ചോദ്യം 3, തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരാൾക്ക് ബോധം തെളിഞ്ഞാൽ ഏതെല്ലാം നിസ്കാരം ഖളാ വീട്ടണം? ഉത്തരം, ഒരു തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ ഒരാൾ മുസ്ലിം ആവുകയോ ചെയ്താൽ ആ നിസ്കാരവും അതിനു മുമ്പുള്ള നിസ്കാരം ഇതോടൊപ്പം ജംആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ നിർബന്ധമാണ് അഥവാ വാജിബാണ്. ചോദ്യം 4, നിസ്കാരത്തിൻ്റെ തടസ്സങ്ങൾ ഏവ? നിസ്കാരത്തിൻ്റെ തടസ്സങ്ങൾ ഏവ? ഉത്തരം, ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ്. ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അല്ലാഹു അലാമത്ത സഹീഹൻ ഖത്അൻ വ സഹീഹിൽ ഖത്അ. ശരി തെറ്റ് അടയാളപ്പെടുത്തുക. ഇനി തെറ്റാണെങ്കിൽ തെറ്റിനെ ശരിപ്പെടുത്തുകയും ചെയ്യുക. ചോദ്യം 1, മറന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ നിർബന്ധമില്ല. മറന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ നിർബന്ധമില്ല. ഇത് തെറ്റാണ്. ഖളാ വീട്ടൽ നിർബന്ധമാണ്. നിർബന്ധമില്ല എന്നുള്ളത് തെറ്റാണ്, നിർബന്ധമാണ് എന്നുള്ളതാണ് ശരി. ചോദ്യം 2, മുക്കല്ലഫായ രോഗിക്ക് നിസ്കാരം ഒഴിവാക്കാം. മുക്കല്ലഫായ രോഗിക്ക് നിസ്കാരം ഒഴിവാക്കാം. തെറ്റാണ്, ഒഴിവാക്കരുത്. അതാണ് ശരി. മുക്കല്ലഫായ രോഗിക്ക് നിസ്കാരം ഒഴിവാക്കരുത്. 3, ചുരുങ്ങിയ നിലയിൽ നിസ്കരിക്കാനുള്ള സമയം ലഭിച്ച ശേഷം ഹൈദ് ഉണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടണം. ശരിയാണ്, ഖളാ വീട്ടണം. ചോദ്യം 4, കാരണമില്ലാതെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ഖളാ വീട്ടണം. ശരിയാണ്. കാരണമില്ലാതെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ഖളാ വീട്ടണം. അത് ശരിയാണ്, ഖളാ വീട്ടണം. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അന്നശാത്തു തത്ബീഖി അഥവാ പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ്. നിസ്കാരവുമായിട്ടുള്ള പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളിലെ ഭാഗം എന്താണെന്ന് നോക്കാം.
നിസ്കാരം എൻ്റെ ജീവിതത്തിൽ എന്ന തലക്കെട്ടിൽ 3-4 വരികളിൽ ചെറിയ കുറിപ്പ് എഴുതുക. നിസ്കാരം എൻ്റെ ജീവിതത്തിൽ, ഇതിലുള്ള ഒരു വിഷയമാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് നോക്കാം. അതിങ്ങനെ എഴുതാം. ജീവിതത്തിലെ ഓരോ ദിവസവും വിവിധ സമയങ്ങളിലായി നിർവഹിക്കുന്ന ഒന്നാണ് 5 വക്ത് നിസ്കാരം. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ആയതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് അതിൻ്റെ സമയം നീക്കിവെച്ച് കൃത്യമായി നിർവഹിക്കും. എല്ലാ ദിവസവും കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് മടിയോ വിഷമമോ ഉണ്ടാകുന്നില്ല എന്നതാണ് നിസ്കാരത്തിൻ്റെ പ്രത്യേകത. നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭ്യമാകുന്നു എന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഗുണങ്ങളാണ്. ഇതാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില വാചകങ്ങൾ. നമുക്ക് കുറിപ്പായി എഴുതി നമുക്ക് ഉത്തരം എഴുതാം. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നമുക്ക് നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.